കേരള രാഷ്ട്രീയത്തിൽ പ്രോട്ടോക്കോളുകളും സുരക്ഷാ പരിശോധനകളും പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിമാറാറുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങുകളിൽ താൻ നേരിട്ട കർശനമായ സുരക്ഷാ പരിശോധനകളെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ തുറന്ന പറച്ചിലുകൾ ഈ ചർച്ചകളെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും SPG സുരക്ഷാ വലയത്തിൽ ഇളവുകളില്ലെന്ന യാഥാർത്ഥ്യം വെളിപ്പെട്ടതോടെ VIP സുരക്ഷാ മാനദണ്ഡങ്ങളും രാഷ്ട്രീയ മര്യാദകളും തമ്മിലുള്ള വ്യത്യാസം പൊതുസമൂഹത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്. കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പെട്രോളിയം മന്ത്രാലയത്തിന്റെ ചടങ്ങിൽ എത്തിയപ്പോഴാണ് സുരേഷ് ഗോപിക്ക് SPGയുടെ കർശന പരിശോധന നേരിടേണ്ടി വന്നത്. കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള തന്റെ പദവി പോലും അവിടെ പരിഗണിക്കപ്പെട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയെ ദേഹപരിശോധനയ്ക്ക് വിധേയനാക്കി. താൻ കേന്ദ്രമന്ത്രിയാണെന്ന് ഒപ്പമുണ്ടായിരുന്ന കേരള പോലീസ് ഉദ്യോഗസ്ഥർ SPGയെ അറിയിച്ചെങ്കിലും പരിശോധന പൂർത്തിയാകാതെ കടത്തിവിടാൻ അവർ തയ്യാറായില്ല. തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞ് പുറകിലും പരിശോധിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മെന്റൽ ഡിക്റ്റേറ്റർ ശബ്ദിച്ചപ്പോൾ ബെൽറ്റിന്റെ ബക്കിളാണെന്ന് ബോധ്യപ്പെടുത്താൻ ഷർട്ട് ഉയർത്തി കാണിക്കേണ്ടി വന്ന സാഹചര്യവും അദ്ദേഹം വിവരിച്ചു. ഇതിനെ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ജോലി കൃത്യമായി നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം കാണുന്നത്. ഒരേ ദിവസം 4 തവണയാണ് അദ്ദേഹത്തോട് ആധാർ കാർഡ് ചോദിച്ചത്. ആധാർ ഒറിജിനൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായാൽ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും കയ്യിൽ കരുതേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. താൻ നേരിട്ട പരിശോധനകളെ സ്വാഭാവികമായ നടപടിയായി വിശേഷിപ്പിച്ച സുരേഷ് ഗോപി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായ്ക്കുണ്ടായ അനുഭവം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും വലിയ സുരക്ഷാ കാറ്റഗറിയിലുള്ള വ്യക്തികളിൽ ഒരാളായിട്ടും അമിത് ഷായോട് പോലും ആധാർ കാർഡ് ചോദിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യക്തിപരമായ അവഹേളനമായല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമായാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തലുകൾക്ക് സമാനമായ ഒരു അനുഭവം കേരള മന്ത്രി MP രാജേഷും പങ്കുവച്ചു. എന്നാൽ സുരേഷ് ഗോപി ഇതിനെ ഒരു ജോലിപരമായ കടമയായി കണ്ടപ്പോൾ MP രാജേഷ് ഇതിനെ തന്നെ അപമാനിക്കാനുള്ള നീക്കമായാണ് കണ്ടത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ പ്രത്യേക VIP പാസുമായി എത്തിയ തന്നോട് ആധാർ കാർഡ് ചോദിച്ചത് ഞെട്ടിക്കുന്നതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാന മന്ത്രിയാണെന്ന് അറിഞ്ഞിട്ടും ആധാർ നിർബന്ധമാണെന്ന് പറഞ്ഞത് തന്നെ താഴ്ത്തിക്കെട്ടാനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തുടർന്ന് ചടങ്ങ് ബഹിഷ്കരിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയും ഒടുവിൽ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയുമായിരുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷ നിയന്ത്രിക്കുന്നത് SPG ആക്ട് പ്രകാരമാണ്. SPGയുടെ പ്രവർത്തനങ്ങൾ ബ്ലൂ ബുക്ക് എന്ന രഹസ്യ മാർഗനിർദ്ദേശ രേഖ അനുസരിച്ചാണ് നടക്കുന്നത്. ഇതിൽ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിക്കാൻ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും SPG അനുവദിക്കില്ല. സുരക്ഷാ ലിസ്റ്റിൽ പേരുള്ളവർ പോലും കൃത്യമായി തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത് എത്തുന്നവർ ആയുധങ്ങളോ മറ്റോ കരുതുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മെന്റൽ ഡിക്റ്റേറ്ററുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നിർബന്ധമാണ്. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയെന്ന CPMന്റെ ആരോപണത്തിന് സുരേഷ് ഗോപി ശക്തമായ മറുപടിയും നൽകി. ഒരു ചടങ്ങിൽ ആരെയൊക്കെ ക്ഷണിക്കണമെന്ന ലിസ്റ്റ് സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്രത്തിന് കൈമാറണമായിരുന്നു. കേരളം ഇതിൽ വീഴ്ച വരുത്തിയതാകാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് തന്നെ അറിയിക്കാറില്ലെന്നും അങ്ങനെയെങ്കിൽ താൻ എത്ര സമാന്തര ഉദ്ഘാടനങ്ങൾ നടത്തേണ്ടി വരുമെന്നും സുരേഷ് ഗോപി ചോദിച്ചു. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് CPM ഈ വിവാദം ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. VIPകളെ പരിശോധിക്കുന്നത് അവഹേളനമാണോ അതോ അനിവാര്യതയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരു VIP എന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ ഒരു വ്യക്തി മാത്രമാണ്. അവരുടെ മുൻഗണന സുരക്ഷയ്ക്കാണ്, പദവിക്കല്ല. ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ജനപ്രതിനിധിയെ പൊതുമധ്യത്തിൽ വെച്ച് വസ്ത്രം പൊക്കി പരിശോധിക്കുന്നതോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നതോ അവരുടെ പദവിക്ക് ചേർന്നതല്ല എന്ന വാദവും നിലനിൽക്കുന്നു. ഇതാണ് MP രാജേഷിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തലുകൾ 2 കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനം എത്രത്തോളം ശക്തവും കർക്കശവുമാണ്. 2, രാഷ്ട്രീയ നേതാക്കൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. വ്യക്തമായ അസ്വസ്ഥതകൾ മാറ്റി നിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുക എന്നതാണ് ജനാധിപത്യപരമായ മര്യാദയെന്നും സുരേഷ് ഗോപി തന്റെ പ്രവർത്തിയിലൂടെ കാണിച്ചു തന്നു. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പ്രോട്ടോകോൾ തർക്കങ്ങൾ പലപ്പോഴും ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നുണ്ട്. ദേശീയപാത ഉദ്ഘാടനം പോലുള്ള വികസന പരിപാടികൾ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒഴിവാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ് ജനാധിപത്യത്തിന് നല്ലത്. എങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ SPG പുലർത്തുന്ന ഈ നിഷ്പക്ഷത ഒരർത്ഥത്തിൽ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന സന്ദേശമാണ് നൽകുന്നത്.